ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നാളെ ഗുരുവാര കുബേര പ്രദോഷമാണ്. അതിനോടൊപ്പം തന്നെ രേവതി നക്ഷത്രം കൂടിയിട്ട് വന്നിട്ടുണ്ട്. നാളത്തെ ദിവസം നമ്മൾ ഭഗവാൻ മഹാദേവനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ ഒരു മന്ത്രം ചൊല്ലിയാൽ നമ്മൾ എന്താണോ ഭഗവാനോട് ചോദിക്കുന്നത് അത് നമുക്ക് തന്ന് ഭഗവാൻ മഹാദേവൻ നമ്മളെ അനുഗ്രഹിക്കുന്നതാണ്. അപ്പോൾ നാളത്തെ ദിവസം നമ്മൾ ചൊല്ലേണ്ടുന്ന മന്ത്രത്തെക്കുറിച്ചും രേവതി നക്ഷത്ര സമയത്തെക്കുറിച്ചുമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപ് ഇന്ന് അപര ഏകാദശിയാണ്. ഇന്നത്തെ ദിവസം ഹരിവാസര സമയത്ത് നമ്മൾ ചൊല്ലേണ്ടുന്ന ഒരു മന്ത്രത്തെക്കുറിച്ചും ഒപ്പം തന്നെ നമ്മുടെ മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ടുന്ന ഒരു വഴിപാടിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരൊക്കെ ആ വീഡിയോ പോയി കണ്ട് അത് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ നമുക്ക് നാളെ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഇല്ലാതാവാൻ പ്രദോഷവ്രതം നമ്മളെ സഹായിക്കുന്നതാണ്. ഒരു മാസത്തിൽ വെളുത്ത പക്ഷത്തിലും കറുത്ത പക്ഷത്തിലുമായിട്ട് 2 പ്രദോഷങ്ങൾ വരാറുണ്ട്. അതിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ളത് കറുത്ത പക്ഷത്തിൽ വരുന്ന പ്രദോഷമാണ്. അതിൽ തന്നെ ശനിയാഴ്ച, തിങ്കളാഴ്ച ദിവസങ്ങളിൽ വരുന്ന പ്രദോഷത്തിന് മഹത്വം വളരെയേറെയാണ്. ഇതുവരെ ആയിട്ടും പ്രദോഷവ്രതം എടുക്കാത്ത ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നാളെ മുതൽ നിങ്ങൾക്ക് വ്രതമെടുക്കാവുന്നതാണ്. പ്രദോഷ ദിവസം നമുക്ക് ഏത് രീതിയിൽ വ്രതമെടുക്കണമെന്നുള്ളത് നമുക്ക് തന്നെ തീരുമാനിക്കാം. ജലം മാത്രം കുടിച്ചുകൊണ്ടോ അങ്ങനെയല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേരം അരിയൊഴിച്ചുള്ള എന്തെങ്കിലും ഭക്ഷണം കഴിച്ചുകൊണ്ടോ ഒക്കെ നമുക്ക് വ്രതമെടുക്കാം. മെഡിസിൻസ് എടുക്കുന്നവർ, ആരോഗ്യപരമായി പ്രശ്നങ്ങളുള്ളവർ, ജോലിക്ക് പോകുന്നവർ, അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു നേരം അരി ഒഴിച്ചുള്ള എന്തെങ്കിലും ഫുഡ് കഴിക്കാവുന്നതാണ്. നമ്മുടെ പ്രശ്നം ഇപ്പം ദാരിദ്ര്യമാണെന്നുണ്ടോ, അല്ലെങ്കിൽ രോഗദുരിതം, ദാമ്പത്യ പ്രശ്നം, മക്കളില്ലായ്മ, ഒരു വീട് വേണം, വാഹനം വേണം, ജോലി വേണം, അങ്ങനെയുള്ള നമ്മുടെ ഏതൊരു പ്രശ്നവും ഭഗവാൻ മഹാദേവന് മുൻപിൽ നമ്മൾ സമർപ്പിച്ചുകൊണ്ട് ഇത്ര പ്രദോഷം നമ്മൾ എടുത്തേക്കാം എന്നൊരു സങ്കല്പം ചെയ്യുക. അതായത് കറുത്ത പക്ഷത്തിൽ മാത്രമായിട്ട് നിങ്ങൾക്കെടുക്കാം. അങ്ങനെയല്ലെങ്കിൽ കറുത്ത പക്ഷത്തിലും വെളുത്ത പക്ഷത്തിലും, അതായത് നമുക്ക് മാസത്തിൽ വരുന്ന 2 പ്രദോഷവും എടുത്തെടുത്ത് പോകാം. 5 എണ്ണമോ 7 എണ്ണമോ 9 എണ്ണമോ 12 എണ്ണമോ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അത് എടുത്ത് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും നമുക്കൊരു 5 3 പ്രദോഷമൊക്കെ ആകുമ്പോൾ തന്നെ നമ്മുടെ ആഗ്രഹം നമുക്ക് ഭഗവാൻ സാധിച്ചു തരുന്നതായിരിക്കും. പിന്നെ കർമ്മദോഷങ്ങളൊക്കെ കുറച്ചധികമുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചധികം വ്രതമെടുത്ത് പ്രാർത്ഥിക്കേണ്ടി തന്നെ വരും. കാരണം നമ്മുടെ ആ കഴിഞ്ഞു പോയ ജന്മ പാപങ്ങളില്ലാതായെങ്കിൽ മാത്രമേ നമ്മൾക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുമാത്രവുമല്ല, വ്രതങ്ങൾ എടുക്കുന്നത് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്നതിനോടൊപ്പം ശരീരത്തെ ശുദ്ധീകരിക്കാൻ കൂടി നമ്മളെ സഹായിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻറ്റിമേറ്റ് ഫാസ്റ്റൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രതീതി നമുക്ക് ഈ ഭക്ഷണമൊക്കെ ഒഴിവാക്കി വ്രതമെടുക്കുമ്പം കിട്ടും. അപ്പം നമ്മൾ മുഴുവനായിട്ട് ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു വ്രതം, ആ വ്രതത്തിന് ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള നമ്മുടെ ഒരു ഉന്മേഷത്തെയും ഉയർച്ചയെയും ഒക്കെ കൊണ്ടുവരാൻ സഹായിക്കുന്നതുമാണ്. അപ്പം കുബേര പ്രദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഴാഴ്ച വരുന്ന പ്രദോഷം. വ്യാഴാഴ്ച എന്ന് പറയുന്നത് കുബേരന് വളരെയധികം പ്രിയപ്പെട്ട ദിവസം കൂടിയിട്ടാണ്. അതുകൊണ്ട് ഭഗവാൻ മഹാദേവനിൽ നിന്ന് എല്ലാ സ്വത്തുക്കളും ഭഗവാൻ കുബേരൻ സ്വന്തമാക്കിയതുപോലെ തന്നെ നമ്മളും ഭഗവാൻ മഹാദേവനോട് പ്രാർത്ഥിക്കുക. നാളത്തെ ദിവസം വ്രതമെടുക്കുന്നവർ സൂര്യ ഉദയത്തിന് മുൻപുണർന്ന് കുളിച്ച് നെറ്റിയിൽ ഭസ്മം ധരിച്ച് പൂജാമുറിയിൽ നെൽവിളക്ക് കൊളുത്തി ഓം നമ ശിവായ എന്നുള്ള ഭഗവാന്റെ മന്ത്രം കഴിയുന്നത്ര ജപിക്കാവുന്നതാണ്. വീട്ടിൽ ശിവലിംഗമുണ്ടെങ്കിൽ അതിന് അഭിഷേകം ചെയ്യാവുന്നതാണ്. കൂവളത്തിലെ മാലകളൊക്കെ ഭഗവാന് സമർപ്പിക്കാം. പിന്നെ വീടിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭഗവാന് ധാര കഴിപ്പിക്കാം. ജലധാര, കരിക്ക് ധാര. പ്രദോഷ ദിവസം കരിക്ക് ധാര ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ്. അതുപോലെ
ഭഗവാന് ഗർഭഗൃഹത്തിൽ നമുക്ക് വിളക്ക് മേടിച്ചു കൊടുക്കാവുന്നതാണ്, ഭസ്മം വാങ്ങിച്ചു കൊടുക്കാവുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നാളത്തെ ദിവസം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മൃത്യുഞ്ജയ മന്ത്രം നാളത്തെ ദിവസം എത്ര പ്രാവശ്യം ചൊല്ലാൻ പറ്റുമോ അതും നമുക്ക് നല്ല ഐശ്വര്യം തരും. ഭഗവാന് നമ്മൾ നാളത്തെ ദിവസം മുല്ലപ്പൂ മാല സമർപ്പിക്കുന്നത് ദാമ്പത്യ സൗഖ്യത്തിന് നമുക്ക് നല്ലതാണ്. അതേപോലെ നാളത്തെ ദിവസം ഉറുമ്പുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും വളരെ വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അപ്പം ഇതുപോലെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നാളെ ചെയ്യണം. പിന്നെ നമഃശിവായ എന്നുള്ള മന്ത്രം നമ്മളിങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. പിന്നെ നാളത്തെ ദിവസം നമ്മൾ പോകുന്ന ക്ഷേത്രത്തിലോ നമ്മുടെ വീട്ടിലോ കൂവള മരമുണ്ടെങ്കിൽ അതിന് ജലം സമർപ്പിച്ചതിൽ തൊട്ട് തൊഴുത് പ്രാർത്ഥിക്കുന്നതും കൂവള മരത്തിന് ചുവട്ടിൽ ദീപം കൊളുത്തി വെക്കുന്നതും വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും നാളെ ചെയ്യേണ്ടതാണ്. ഇനി ഞാൻ ഈ പറയുന്ന മന്ത്രം നമ്മളെപ്പോഴും പറയുന്നതാണ്. പ്രദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു 4:30 മുതൽ 6 മണി വരെയും 6 മുതൽ 7:30 വരെയുമുള്ള ആ ഒരു സമയത്തിന് വളരെ വളരെ പ്രാധാന്യമുണ്ട്. പല വീഡിയോസിലും ആ സമയത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ആ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു മന്ത്രം ചൊല്ലിയാൽ ഭഗവാൻ മഹാദേവനോടൊപ്പം 33 കോടി ദൈവങ്ങളുടെയും അനുഗ്രഹം നമുക്ക് ലഭിക്കും. ഞാനീ പറയുന്ന മന്ത്രം ക്ഷേത്രത്തിൽ പോയിരുന്നോ അങ്ങനെയല്ലെങ്കിൽ വീട്ടിലിരുന്നോ ഒക്കെ നമുക്ക് ജപിക്കാവുന്ന. ക്ഷേത്രത്തിൽ പോയിരുന്നാണ് ജപിക്കുന്നതെന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിനുള്ളിലെ ശിവലിംഗത്തെ കണ്ടുകൊണ്ട് ജപിക്കാൻ പറ്റിയാൽ അത് വളരെ വളരെ ഓസ്പീഷ്യസ് ആണ്. വീട്ടിലിരുന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപിലോ ശിവലിംഗത്തിന് മുൻപിലോ, ഇനി ഇത് രണ്ടുമില്ലെങ്കിൽ ഭഗവാനാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് നമ്മളൊരു ദീപം കൊളുത്തി വെച്ച് ആ ദീപത്തിന് മുൻപിലിരുന്ന് ഭഗവാൻ മഹാദേവൻ വജ്രലിംഗം പോലെ തിളങ്ങി നിൽക്കുന്നതായി മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമ്മളിത് ജപിക്കാൻ. അതായത് നമ്മുടെ വീട്ടിലൊരു ശിവലിംഗമുണ്ട്. ആ ശിവലിംഗത്തിൽ നമ്മൾ നിറയെ തിളക്കമുള്ള മുത്തുകൾ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ വെളിച്ചം വരുമ്പം ആ മുത്തുകൾ ആ തിളങ്ങും, പ്രതിഫലിക്കുമല്ലോ അതിൻ്റെ ആ ഒരു തിളക്കം. അപ്പം അതേപോലെ ഭഗവാൻ ഒരു മരതക ലിംഗമായി നമ്മുടെ മുൻപിൽ വന്ന് നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് ഈ ഒരു മന്ത്രം ജപിക്കാം. അപ്പം ഈ ഒരു മന്ത്രം 108 പ്രാവശ്യമാണ് നമ്മൾ ജപിക്കേണ്ടത്. 108 പ്രാവശ്യം നമ്മൾ ജപിക്കുമ്പം നിങ്ങൾക്ക് മുല്ലപ്പൂക്കൾ എടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ റോസാപ്പൂക്കൾ, താമര ഇതളുകളൊക്കെ എടുത്ത്, അല്ല 108 കൂവളത്തില കിട്ടുമെങ്കിൽ അതുകൊണ്ടൊക്കെ അർച്ചന ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു മന്ത്രം ജപിക്കാം. അങ്ങനെ അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് രുദ്രാക്ഷ ദീപം കൊളുത്തുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നിരുന്നു. അപ്പം ആ ഒരു രുദ്രാക്ഷ ദീപം കൊളുത്തിക്കൊണ്ടാണെങ്കിലും നമുക്ക് ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ്. അപ്പം ഭഗവാന് മുൻപിൽ നമ്മളിരുന്നതിന് ശേഷം ജപമാല കയ്യിലെടുക്കുന്നു. അർച്ചന ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അർച്ചന ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഈ ഒരു മന്ത്രം ഞാനിവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. ഓം ഐശ്വര്യ ലിംഗായ നമഃ. നമുക്ക് ഐശ്വര്യം തരുന്ന ഭഗവാനെ നമ്മൾ നമിക്കുന്നു. ഓം ഐശ്വര്യ ലിംഗായ നമഃ. ഈ മന്ത്രം 108 പ്രാവശ്യം നമ്മൾ ചൊല്ലിയതിന് ശേഷം കൈയെടുത്ത് നമ്മുടെ മുൻപിലുള്ള ഫോട്ടോ, ശിവലിംഗം, കൊളുത്തി വെച്ചിരിക്കുന്ന ദീപം, അല്ലെങ്കിൽ ക്ഷേത്രമാണെങ്കിൽ ക്ഷേത്രത്തിലുള്ള ഭഗവാനെ കൈയെടുത്ത് നമ്മൾ തൊഴുത് പ്രാർത്ഥിക്കണം. ഭഗവാനോട് നമുക്കൊരു പർട്ടിക്കുലറായിട്ടുള്ള ആഗ്രഹം അത് പറയുന്നതിനേക്കാൾ കൂടുതൽ ഭഗവാനെ എനിക്ക് നന്മ തരണമേ, എൻ്റെ കുടുംബത്തിന് ഐശ്വര്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുക. എനിക്ക് എന്താണോ വേണ്ടത് എന്നുള്ളത് ഭഗവാൻ അറിയാം. അപ്പം അത് തന്നെ അനുഗ്രഹിക്കണം എന്ന് ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ മതിയാകും. അതിനുശേഷം നിങ്ങൾക്ക് വീട്ടിലാണെങ്കിൽ ധൂപദീപ കർപ്പൂര ആരതിയൊക്കെ എടുത്ത് ഭഗവാന് നിവേദ്യം വെക്കണമെന്ന് ഇഷ്ടമുള്ളവർക്ക് നിവേദ്യം വെക്കാം. ഇപ്പോൾ ക്ഷേത്രത്തിലൊക്കെ പോകാൻ സാധിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കരിക്ക് വാങ്ങിച്ചിട്ട് അത് ഭഗവാന് നിവേദ്യമായിട്ട് നമുക്ക് വെച്ച് ആ കരിക്ക് കുടിച്ച് നമുക്ക് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. കരിക്ക് കിട്ടാത്തവർ പഴമോ കരിമീൻ ജ്യൂസോ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഭഗവാന് സമർപ്പിച്ച് അത് കഴിച്ച് നമുക്ക് നമ്മുടെ വ്രതം അവിടം കൊണ്ട് അവസാനിപ്പിക്കാം.
അപ്പം നാളെ പ്രദോഷ ദിവസം ഇത് ചെയ്യാം. ഒപ്പം തന്നെ നമുക്ക് ലക്ഷ്മി കുബേര പൂജയും പ്രദോഷ ദിവസം നമ്മൾ ചെയ്യുന്ന ലക്ഷ്മി കുബേര പൂജ, പ്രത്യേകിച്ച് വ്യാഴാഴ്ച, അത് നമുക്ക് പെട്ടെന്ന് ഫലം തരുന്നതാണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, മഹാദേവ പൂജയ്ക്ക് ശേഷം മാത്രം നമ്മൾ ലക്ഷ്മി കുബേര പൂജ ചെയ്താൽ മതിയാവും. അടുത്ത കാര്യം, രേവതി നക്ഷത്ര ലക്ഷ്മി പൂജ. നാളെ വ്യാഴാഴ്ചയോടുകൂടിയാണ് നമുക്ക് രേവതി നക്ഷത്രം വന്നിരിക്കുന്നത്. രേവതി നക്ഷത്രത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത് വ്യാഴാഴ്ച അർദ്ധരാത്രി 12:17 ശേഷം രേവതി നക്ഷത്രം അവസാനിക്കുന്നത് വ്യാഴാഴ്ച രാത്രി 10:34 കൂടിയിട്ടാണ്. അപ്പം ആ ഒരു ടൈം ഓഫ് പീരീഡിനുള്ളിൽ എപ്പോഴാണോ നമുക്ക് രേവതി നക്ഷത്ര ലക്ഷ്മി പൂജ ചെയ്യാൻ സാധിക്കുന്നത്, ആ ഒരു സമയത്ത് നമുക്ക് രേവതി നക്ഷത്ര ലക്ഷ്മി പൂജ ചെയ്യാവുന്നതാണ്. വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒന്നാണ് രേവതി നക്ഷത്ര ലക്ഷ്മി പൂജ എന്നുള്ളത് നമുക്കറിയാം. അപ്പം ഈ ഒരു ടൈം ഓഫ് പീരീഡിനുള്ളിൽ എല്ലാവരും അതും കൂടി ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇത് ഒന്നിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. രേവതി നക്ഷത്ര ലക്ഷ്മി പൂജ നിങ്ങൾക്ക് നാളെ രാവിലെ ചെയ്യാം. ലക്ഷ്മി കുബേര പൂജ രാത്രി ഒരു 7:30 ശേഷം ചെയ്യാം. 4 മുതൽ 7:30 നമുക്ക് പ്രദോഷ സമയത്തുള്ള പൂജകളും ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. തീർച്ചയായും ഭഗവാൻ മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാവുന്നതാണ്. നമ്മുടെ പ്രാർത്ഥനകൾ അതൊരിക്കലും വിഫലമായി പോവില്ല. അതിനൊക്കെയുള്ള ഫലം എപ്പോഴും നമുക്ക് ഉണ്ടാകും. പക്ഷേ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, മറ്റുള്ളവർക്ക് ദോഷമുണ്ടാക്കുന്ന, മറ്റുള്ളവർക്ക് വിഷമമുണ്ടാക്കുന്ന, മറ്റുള്ളവർ നശിച്ചു പോകണമെന്നുള്ള വിധത്തിലുള്ള പ്രാർത്ഥനകൾ നമ്മൾ ഒരുപാട് വ്രതമെടുക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിട്ട് അതിനോടൊപ്പം നമ്മൾ മറ്റുള്ളവർക്ക് ദ്രോഹമാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ ഒരു പ്രാർത്ഥനകളും നടക്കില്ല. അതും കൂടി നമ്മളെപ്പോഴും മനസ്സിൽ വെക്കണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.